ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അയർലൻഡിലേക്ക് വന്നപ്പം ഈ കാര്യങ്ങൾ എന്നെ ശരിക്കും ഞെട്ടിച്ചു. അതെന്തൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അയർലൻഡിലെ നഴ്സിംഗിൻ്റെ ഡ്യൂട്ടി അവേഴ്സ്. നഴ്സുമാർക്ക് ഇവിടെ 12 hours ആണ് ഡ്യൂട്ടി. അത് 3 ദിവസം 12 hours ഡ്യൂട്ടി, അതായത് 37.5 hours ഇൻ എ വീക്കാണ് ഇവിടുത്തെ നമ്മുടെ ഡ്യൂട്ടി അവർ എന്ന് പറയുന്നത്. അപ്പോൾ 3 day ഡ്യൂട്ടി, 4 days നമുക്ക് റെസ്റ്റ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ നേഴ്സിൻ്റെ വർക്ക്, ഡോക്ടേഴ്സിൻ്റെ, ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിന് അവരുടെ വർക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല, എല്ലാവരും കൂടെ ടീം വർക്കായിട്ടാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂട്ടിക്കിടയിലുള്ള ബ്രേക്കിന് പോകുമ്പോൾ ഒരു ഗിൽട്ട് ഫീലിംഗ് നമുക്ക് തോന്നാറില്ല. അപ്പം സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ പേഷ്യൻസ് നമ്മളെ ഇവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം, അതായത് ഇപ്പം എൻ്റെ പേര് മഞ്ജു എന്നാണെങ്കിൽ ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ എന്നെ ആദ്യമായിട്ടൊരു പേഷ്യൻറ്റ് ഹായ് മഞ്ജു എന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓർത്തേ ഇതെന്താ ഇവ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്തു. കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നേഴ്സ് അല്ലെങ്കിൽ സിസ്റ്ററെ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ റെയറായിട്ട് മാത്രമേ നേഴ്സ് എന്ന് നമ്മളെ വിളിക്കാറുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും അവർ നമ്മുടെ പേരാണ് നമ്മളെ വിളിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ പേഷ്യൻസിനെ അവർക്ക് പ്രിഫർ ആയിട്ടുള്ള പേര് നമ്മൾ വിളിക്കുക. അതായത് ചില സമയത്ത് ഇപ്പം ഒരു പേഷ്യൻ്റെ പേരെന്ന് പറയാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ പാട്രിക് ഹോക്ക് എന്നാണ് പേരെങ്കിൽ ചിലപ്പം അവർക്ക് പാട്രിക് എന്നുള്ള ഫുൾ നെയിമായിട്ട് വിളിക്കുന്നത് താല്പര്യമില്ലായിരിക്കും. ചിലർക്കത് പാഡി എന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്കത് പാറ്റ് എന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം, അപ്പം ചിലർക്കത് പാട്രിക് എന്ന് തന്നെ വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അവരുടെ പ്രിഫറൻസ് എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അത് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പേര് പഠിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അത് പഠിച്ചേ തീരും. മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഐറിഷ് പീപ്പിൾസ് വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ അപ്രോച്ചബിളാണ്. നമ്മുടെ ഡ്യൂട്ടിയുടെ ടൈമിൽ തന്നെ നമ്മൾ ഓക്കെ ആണോ, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ അവരിങ്ങോട്ട് വന്ന് നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പം നമ്മളും തിരിച്ചവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് ചോദിക്കാൻ നമ്മളും മറക്കരുത്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. പിന്നെ അടുത്ത കാര്യമാണ് ഐറിഷ് വെതർ എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പം നല്ല സൺലൈറ്റ് ആയിരിക്കും, ഉച്ചയാകുമ്പം നല്ല തണുപ്പായിരിക്കും, വൈകുന്നേരം ആകുമ്പോഴോ ചിലപ്പം നല്ല മഴയായിരിക്കും, രാത്രിയാകുമ്പോൾ ചിലപ്പോൾ വീണ്ടും നമുക്ക് ഡാർക്കായി ഭയങ്കര ഒരു വെതർ അങ്ങ് എന്താ പറയുക, അക്കോർഡിംഗ് ടു ദ ടൈം അനുസരിച്ച് വീണ്ടും തണുപ്പിലോട്ടൊക്കെ മാറും. അപ്പം അതുപോലെ നമ്മുടെ അതായത് ഒരു ദിവസം തന്നെ നമുക്ക് വേണമെങ്കിൽ സമ്മറും വിൻ്ററും എല്ലാം ഒരുമിച്ച് വേണമെങ്കിലും ചിലപ്പോൾ ഒരു ദിവസം വരാം. അതായത് ഇവിടെ സമ്മറിലും മഴ പെയ്യും, അപ്പം വിൻ്ററിലും മഴ പെയ്യും, സമ്മറിലും മഴ പെയ്യും. അതുകൊണ്ട് തന്നെ വിൻ്ററിലാണെങ്കിൽ നമുക്ക് തണുപ്പും കാരണം പുറത്തിറങ്ങാൻ പറ്റിയല്ല, സമ്മറിലാണേലോ നമ്മൾ വലിയ കാര്യത്തിന് പുറത്തിറങ്ങാന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴായിരിക്കും മഴ. അതുകൊണ്ട് ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് ഭയങ്കര ക്രേസിയാണ്. അത് ഒരു ഡാർക്ക് സീനാണ് ഇവിടുത്തെ. പിന്നെ നെക്സ്റ്റ് വൺ, സാലറി. എന്നോട് എങ്ങനെയുണ്ട് സാലറി, നഴ്സുമാർക്ക് അയർലൻഡ് നല്ല സാലറി ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നഴ്സുമാർക്ക് അയർലൻഡ് വളരെ നല്ല സാലറി ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടത്തിൽ ഇവിടെ നല്ല ലിവിങ് എക്സ്പെൻസും ഉണ്ട്. അപ്പം സാലറി സേവിങ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ സേവിങ്സ് എങ്ങനെയായിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ സാലറിയും സേവിങ്സ് ഒക്കെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ വർഷം ഇൻക്രിമെൻ്റ് ഉണ്ട്, അത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ലാംഗ്വേജ്. ഇവിടെ ഐറിഷ് ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എങ്കിലും നമുക്ക് ഐറിഷ് ലാംഗ്വേജ് അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അയർലൻഡിൽ വർക്ക് ചെയ്യാൻ. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ വർക്ക് ചെയ്യാൻ. കൂടുതൽ നന്നായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ ഇവിടുത്തെ ഐറിഷ് ഫ്രേസസ് ആൻഡ് സ്ലാങ്സ് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. കാരണം അയർലൻഡിലെ സ്റ്റാഫും പേഷ്യൻസൊക്കെ വളരെ ഫണ്ണിയാണ്. അപ്പം അവർ പറയുന്ന ജോക്സ് അല്ലെങ്കിൽ തമാശകൾ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഐറിഷ് ഫ്രേസസ് ആൻഡ് സ്ലാങ്സ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഐറിഷ് ഫ്രേസസ് ആൻഡ് സ്ലാങ്സിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ ഇത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് പോയി കാണുക, നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇവിടുത്തെ ട്രാഫിക് റൂൾസ്. നമ്മുടെ നാട്ടിൽ
ട്രാഫിക് സിഗ്നൽ നോക്കാതെ തേരാപാര വണ്ടി ഓടിച്ച് നടന്ന മലയാളികൾ ഇവിടെ വന്നപ്പോൾ ട്രാഫിക് സിഗ്നൽസ് കൃത്യമായി നോക്കി വണ്ടി ഓടിച്ച് പോകുന്ന കാണുമ്പോൾ നമുക്കിവിടുത്തെ ഗവൺമെൻറ്റിനെ ശരിക്കും നമിക്കാൻ തോന്നാറുണ്ട്. ഇവിടെ എല്ലാവരും വളരെ നന്നായിട്ടാണ് ട്രാഫിക് റൂൾസ് അനുസരിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം ഇവിടെയുള്ള ഫൈൻ അതിലും നമ്മുടെ ലൈസൻസ് തന്നെ കട്ടാകുന്ന രീതിയിലുള്ള ഫൈനാണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ട്രാഫിക് റൂൾസ് അനുസരിച്ചില്ലെങ്കിൽ. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ അയർലൻഡിൽ വന്ന് അറിഞ്ഞപ്പം എന്നെ ശരിക്കും ഞെട്ടിച്ചു. അപ്പം നിങ്ങൾ അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണോ? നിങ്ങൾ ആദ്യമായി അയർലൻഡിൽ വന്നപ്പം നിങ്ങളെ ഞെട്ടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അയർലൻഡിലെ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.